all, this is part 4 of Ask Me Anything. ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. സ്റ്റഡീസിൻ്റെ ഇടയിലും സൈഡ് ഹസിലായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സാണ്. അത് നിങ്ങളെ സ്കില്ലാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള കോഴ്സുകളെ പോലെ ബൈ ഹാർട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ അവരുടെ നൈറ്റ് ടൈമിലൊക്കെ ഇരുന്നിട്ട് പഠിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇത് നിങ്ങളുടെ സ്കില്ലാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡ്രൈവിംഗ് പഠിക്കും പോലെയാണ്. നിങ്ങൾ എത്രത്തോളം അത് ഓടിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ ഇപ്പം മറ്റേ ആഡ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലയൻസിനൊക്കെ എടുത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മറ്റേ ആഡ്സുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അവർക്ക് വേണ്ടി ആഡ്സുകൾ റൺ ചെയ്ത് നോക്കാം. SEO പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SEO വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ക്ലയൻസിനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ SEO ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ പ്രാക്ടിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വർക്ക് ചെയ്തോടുകൂടി നിങ്ങൾക്ക് അത് പഠിക്കാനും പറ്റും. എനിക്ക് IT ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാൻ IT ബാക്ക്ഗ്രൗണ്ട് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കുറച്ച് ടെക്നിക്കൽ സ്കില്ല് വേണം, കുറച്ച് അനലിറ്റിക്സ് സ്കില്ല് വേണം, കുറച്ച് ക്രിയേറ്റീവ് സ്കില്ല് വേണം. ഇത് മൂന്നും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ തന്നെ ഡിഫറൻറ്റ് കോമ്പണൻസുകളുണ്ട്. വിച്ച് മീൻസ് നിങ്ങൾക്കൊരു SEO എക്സ്പേർട്ട് ആവാം, നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റർ ആവാം, പെർഫോമൻസ് മാർക്കറ്റർ ആവാം, നിങ്ങൾക്കൊരു ഗൂഗിൾ ആഡ്സ് എക്സ്പേർട്ട് ആവാം, കോണ്ടന്റ് റൈറ്റർ ആവാം, പ്രസൻറ്റർ ആവാം, ക്രിയേറ്റർ ആവാം. ഇങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ജോബ് വേരിയേഷൻസ് ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സ്കില്ല് നോക്കിയിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന ജോബ് റോള് നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും. കസ്റ്റമർ ജേർണി മാപ്പിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്? ഒരു കസ്റ്റമർ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് എടുക്കുന്നതിന് മുമ്പ് പല സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം ടോപ്പ് ഓഫ് ദി ഫണൽ, മിഡിൽ ഓഫ് ദി ഫണൽ, ബോട്ടം ഓഫ് ദി ഫണൽ, ഇങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജസ് നമുക്ക് പറയാൻ പറ്റും. ഓരോ സ്റ്റേജിനും അതിനനുയോജ്യമായ കോണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുക, അതിനനുയോജ്യമായ ആഡ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കൺവേർഷൻ മണി മീൻസ് ആഡ് മണി വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ല കൺവേർഷനിലേക്ക് നമുക്ക് എന്ത് ഓഡിയൻസിന് എത്തിക്കാൻ സാധിക്കും. പേഴ്സണൽ ബ്രാൻഡിംഗ് ആൻഡ് കോണ്ടന്റ് ക്രിയേഷൻ ആക്ച്വലി ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് ജോബ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കോണ്ടന്റ് ക്രിയേഷൻ, പേഴ്സണൽ ബ്രാൻഡിങ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് നിങ്ങളെ ഹയറിങ്ങിന് ഇപ്പോൾ നെക്സ്റ്റ് ലെവൽ നിങ്ങളൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ പോർട്ട്ഫോളിയോയാണ് അവർ വെരിഫൈ ചെയ്യുക. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അല്ല, നിങ്ങൾക്ക് ഇന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നതിന് പകരം നിങ്ങളെ പോർട്ട്ഫോളിയോയാണ് അവർ വെരിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ക്ലയൻസിന് വർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ അതിൽ അറിയാം, നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷനിൽ നിങ്ങൾ എന്തൊക്കെ കൈൻഡ് ഓഫ് ക്ലയൻസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പേഴ്സണൽ ബ്രാൻഡിംഗ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പോർട്ട്ഫോളിയോ കണ്ടിട്ട് അവർ നിങ്ങളെ ഹയറിംഗ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് സാലറിയും അവിടെ തന്നെ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം. റീടാർഗറ്റിംഗ് ക്യാമ്പയിന് എങ്ങനെയാണ് വർക്ക് ആവുന്നത്? അതിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുക? ബേസിക്കലി റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡുമായിട്ട് ഓൾറെഡി ടച്ച് പോയിന്റ് ഉള്ള ഓഡിയൻസ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്ന ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ പേജിലേക്ക് വന്ന ഓഡിയൻസ്, ഇതൊന്നുമല്ല നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മൾ വീഡിയോസ് ഇത്ര പെർസെൻറ്റേജിൽ കൂടുതൽ കണ്ട ഓഡിയൻസ്, ഇങ്ങനത്തെ ഓഡിയൻസിനെ നമ്മൾ വീണ്ടും ആഡ്സ് കാണിക്കുന്ന രീതിയാണ് ശരിക്കും റീടാർഗറ്റിംഗ് എന്ന് പറയുന്നത്. SEO സ്ട്രാറ്റജി ലോങ് ടേം സസ്റ്റൈനബിൾ ആക്കാൻ എന്തെല്ലാം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം? ഒരു SEO ലോങ് ടേമിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗൂഗിളിന് വേണ്ടിയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടി കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെക്നിക്കൽ SEOs പ്രോപ്പറായിട്ട് ചെയ്യുക, ഓൺ പേജ് SEO ചെയ്യുക, ഓഫ് പേജ് SEOs കാര്യങ്ങൾ ചെയ്യുക, പേജിൻ്റെ സ്പീഡ് ഇൻസൈറ്റ്സ് ഇതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ കോണ്ടന്റ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ലൈക്ക് ബ്ലോഗ് പോലത്തെ കോണ്ടന്റുകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ലോങ് ടേമിലേക്ക് നമുക്ക് SEOനെ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ ഒരുപാട് വീഡിയോസിൽ കാണലുണ്ട് ഫ്രീ ആയിട്ട് ഓൺലൈനിലൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാന്നുള്ളത്. ഇപ്പോൾ എത്രത്തോളം പോസിബിൾ ആണ്? 100% നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിക്കാൻ പറ്റും. പക്ഷേ യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഓൺലൈനിൽ പഠിക്കുകയാണെങ്കിൽ അതിൽ ഓവർലോഡഡ് കോണ്ടന്റുകളാണ്. ഈവൻ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഓരോ മൊഡ്യൂളിനെ കുറിച്ചും അതിൽ ഒരുപാട് കോണ്ടന്റുകൾ ഉണ്ടാവും. അപ്പം റൈറ്റായിട്ട് നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഓരോ മൊഡ്യൂളും കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണം, ഇപ്പോൾ ഓരോ ടോപ്പിക്കും ചിലപ്പോൾ ഇന്നർ കണക്റ്റഡ് ടോപ്പിക്കുകൾ ഉണ്ടാവും. ഈ ടോപ്പിക്കൊക്കെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് പഠിച്ച് ഓൺലൈനിൽ ത്രൂ മാത്രം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് മെൻറ്റർഷിപ്പ് കിട്ടില്ല. അപ്പം അതിന് നിങ്ങൾക്ക് ഒരുപാട് സമയവും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 3 months കൊണ്ടോ ഒരു 4 months കൊണ്ടോ തീരേണ്ട ഒരു കോഴ്സിനെ നിങ്ങളൊരു 1 year അല്ലെങ്കിൽ 1.5 years കൊണ്ടൊക്കെ നിങ്ങൾക്കത് പഠിച്ച് തീർക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആണെങ്കിലും SEO ആണെങ്കിലും മറ്റേ ആഡ്സ് ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ എന്തെങ്കിലും റൈറ്റ് ആയിട്ടുള്ള ഒരു കരിയർ പാത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ.
ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യൂ. ആ മോസ്റ്റ് റിലവൻറ്റ് ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.